തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ റോഡ് ബ്ലോക്ക് ചെയ്തു CPM സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയതിനെ പറ്റി അവിടുത്തെ വാർഡ് അംഗമായ കൗൺസിലറായ മഹതി നമ്മുടെ പ്രിയപ്പെട്ട ഗായത്രി ബാബു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു CPM അംഗമാണ്. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിൻ്റെ മകളാണ് ഗായത്രി ബാബു. ആ ഗായത്രി ബാബു ഇപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് CPM സമ്മേളനം നടത്തിയതിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇനി എന്തു പറഞ്ഞിരിക്കും, എന്തായിരിക്കും ഈ സഹാത്തി പറഞ്ഞതെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വരില്ലല്ലോ. എന്തായിരിക്കും അവർ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിൽ ഒരു ഊഹമുണ്ടല്ലോ. എങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ ചിലത് ഒന്ന് ചെറുതായിട്ട് നിങ്ങളോട് ഞാനൊന്ന് പറയാം. നിങ്ങളുടെ വികാരം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് നിങ്ങൾ ഉറപ്പിക്കും. നേരത്തെ ഞാൻ പറയുന്നതിന് മുമ്പ് ഉറപ്പിക്കും. അവർ പറഞ്ഞത് ഈ ജാഥയും സമ്മേളനമൊക്കെ നടക്കുമ്പോൾ റോഡിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതും ഇത്തിരി ട്രാഫിക് പ്രശ്നം ഉണ്ടാകുന്നതും സാധാരണമാണെന്നേ. ഇതിലൊക്കെ വലിയ കാര്യമായിരിക്കുന്നു. ഇതിനെന്തിനാണ് ഇത്രയും വലിയ വാർത്തയാക്കുന്നത്? അങ്ങനെ വാർത്തയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും അത്രയ്ക്കൊന്നും അല്ല ഒരു സംഭവം നടന്നില്ല. ഞങ്ങൾ ഇന്നും ഇന്നലെയും പെട്ടെന്ന് ആലോചിച്ചതല്ല ഈ സമ്മേളനം, വളരെ നേരത്തെ ആലോചിച്ചതാണ്. ഞങ്ങൾ പിന്നെ അവിടെ തന്നെ സ്റ്റേജ് കെട്ടാനും സമ്മേളനം നടത്തി ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഒരു സമ്മേളനം മാത്രമല്ല ഞങ്ങൾ നടത്തിയത്, അവിടെ ഞങ്ങൾ വലിയൊരു കലാപരിപാടി നടത്തി. അവിടെ നാടകം വെച്ചപ്പോൾ അങ്ങ് നിറഞ്ഞ സദസ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടി സമ്മേളനം നടത്തുക മാത്രമല്ല ചെയ്ത വലിയൊരു കലാപരിപാടി ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നാടകത്തിനും കുറേ ആൾക്കാർ വന്നിരുന്നല്ലോ, നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരവിടെ വന്നിരിക്കേണ്ടെന്നോ? ഇത് കാണാൻ റോഡ് ബ്ലോക്ക് ചെയ്ത് പരിപാടി നടത്തുമ്പോൾ അതിൽ വന്ന് കാണാൻ വന്നിരിക്കാമായിരുന്നോ? അപ്പോൾ അവർക്ക് പരാതിയില്ലെന്നേ, അവർക്ക് ഒരു പരാതിയുമില്ല. ഒരു ഫോണിൽ പോലും വിളിച്ച് എന്നോട് കൗൺസിലർ എന്ന നിലയിൽ ഒരൊറ്റ മനുഷ്യർ, എന്താണ് കൗൺസിലറെ നമ്മുടെ റോഡിൽ നടക്കുന്നത്, വാഹനം ഓടിക്കാൻ കഴിയുന്നില്ലല്ലോ, ബ്ലോക്കാണല്ലോ, ഇത്ര മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണല്ലോ എന്ന് ആരും പറഞ്ഞില്ല. പിന്നെ ഈ മാധ്യമങ്ങൾ എന്തിനാണ് ആവശ്യമില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ഗായത്രി ബാബു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവർ വീണ്ടും പറയുന്നു, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആ റോഡിലെ കൂടെ അങ്ങനെയാണെങ്കിൽ അത്ര ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഒന്ന് കാണണമല്ലോ, അനുഭവിക്കണമല്ലോ എന്ന് വരും. ഞാൻ അതിലേക്കൂടെ വണ്ടിയിൽ പോയപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമല്ല. ഞാൻ സാധാരണ പോകുന്നതിൽ പോലെ അതിലേക്കൂടെ പോയി. മാത്രമല്ല എതിരെ പിന്നെ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോയി. ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആംബുലൻസിന് ചീറിപ്പാഞ്ഞു പോകാൻ കഴിയുമോ? അങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നതും ഞാൻ കണ്ടതാണ്. ഗായത്രി ബാബുവിൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. വീണ്ടും പറയുന്നുണ്ട്, ഇതിന് അനുമതി വാങ്ങി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതൊരു അനുമതി വാങ്ങാതാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ അവിടെ അനുമതി വാങ്ങിയിട്ടുണ്ടെന്നാണ്. എന്തായാലും പോലീസ് അനുമതി വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അങ്ങനെയൊക്കെ പറയുന്നു. 500 പേരുടെ പേരിൽ കേസെടുത്തു എന്ന് പറയുന്നു. അതെനിക്ക് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ അനുമതി വാങ്ങാൻ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തില്ല. മാത്രമല്ല ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തില്ലല്ലോ. അത് 2 വരി പാതയാണല്ലോ. അത് 2 വരി പാത ആയ റോഡിൻ്റെ 1 വരി പാത മാത്രമല്ലേ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തുള്ളൂ, സ്റ്റേജ് കിട്ടിയുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു പാതയിൽ കൂടി ആ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുഖമായിട്ട് പോയല്ലോ. സാധാരണ വഞ്ചിയൂരുള്ള തിരക്കൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ വാഹനം ഇറങ്ങി ഞാൻ അതിലേക്കൂടെ വാഹനത്തിൽ പോയത്. അപ്പോൾ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് പോകുന്നതാണല്ലോ ഞാൻ കണ്ടത്. അവിടെ തിരക്കുണ്ടെങ്കിൽ എങ്ങനെ ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പോകാനൊക്കെ? അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല ജാഥയും സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികം തന്നെ. അവിടെ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ ശരി തന്നെ എന്നൊക്കെയാണ് ഈ ഗായത്രി ബാബു പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി CPMൻ്റെ വലിയ നേതാവിൻ്റെ മകളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരോടൊരു വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. ഇന്നലെ മാതൃഭൂമിയിൽ ഈ പടം വന്നപ്പോൾ അതിനകത്തൊരു കൊച്ചു കുട്ടിയുടെ പടം ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു കൊച്ചു കുട്ടി ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കാണുമല്ലോ. ഗായത്രി ബാബുവിൻ്റെ മകളാണ് ആ കുട്ടിയൊന്നൊന്ന് കുറച്ച് നേരം വിചാരിക്കുക. നിങ്ങളുടെ കുട്ടി ഇതുപോലെ, നിങ്ങൾക്ക് വലിയ കാറും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ ആട്ടോയിൽ പറഞ്ഞു വിടില്ല. കാരണം ആട്ടോയിൽ പറഞ്ഞു വരുന്ന കുട്ടികളെ പറഞ്ഞു വിടുന്നത് സാധാരണക്കാരനാണ്, പാവങ്ങളാണ്. ആട്ടോ ചാർജ് മാത്രം കൊടുക്കാൻ കഴിയുന്ന വലിയ ബസ്സിൽ, സ്കൂൾ ബസ്സിൽ പറഞ്ഞു വിടാനോ അതല്ലെങ്കിൽ AC ഉള്ള കാറിൽ പറഞ്ഞു വിടാനോ ശേഷിയില്ലാത്തവരാണ് ആട്ടോയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത്.
നിങ്ങൾക്ക് AC ഉള്ള കാറൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വരേണ്യ വർഗ്ഗത്തിൽപ്പെട്ടവരാണ്, അധികാര വർഗ്ഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അധികാര വർഗ്ഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ വരേണ്യ വർഗ്ഗക്കാരാണ്. അവർക്ക് ഇപ്പോൾ AC കാറിൽ ഇല്ലെങ്കിൽ അവരെ ജനങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് അവർ AC കാറിലാണ്, നിങ്ങളുടെ മക്കളെയും AC കാറിലായിരിക്കും നിങ്ങൾ കൊണ്ടുവിടുന്നത്. ആയിക്കോട്ടെ, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ആയിരിക്കണം. പക്ഷേ ഈ ഓട്ടോറിക്ഷയിൽ ഒരു കുട്ടി ഇരിക്കുന്നത്, ഒരു സ്കൂൾ കുട്ടി, ഒരു ബാലിക ഇരിക്കുന്നത് കണ്ടല്ലോ, ആ ബാലിക നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ കുഞ്ഞ് ഓട്ടോറിക്ഷയിൽ സ്കൂളിൽ നിന്നും രാവിലെ പോയി, നിങ്ങളൊരു ചെറിയ ടിഫിൻ പാത്രത്തിൽ ചെറിയ ആഹാരങ്ങളെ കൊടുത്തു വിട്ടു, കുപ്പിയിലെത്തി വെള്ളമോ കൊടുത്തു വിട്ടു. ആ കുട്ടി ആ സ്കൂളിൽ പോയി കഴിച്ചു, വെള്ളം കുടിച്ചു, ഒക്കെ കഴിഞ്ഞ് പഠിത്തവും കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിങ്ങൾ ഗായത്രി ദേവി നിങ്ങൾ കാത്തിരിക്കുകയാണ്, മകൾ വരുന്നത് കാത്തിരിക്കുകയാണ്. മകൾ വന്നാൽ ഉടനെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഒരു സ്നാക്സോ അതുപോലെ ചെറിയ ആഹാരങ്ങളോ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ 7:30 മണി 8 മണിക്ക് പോയതാണ്, 8 മണിയോടുകൂടി പോയതാണ്. തിരിച്ചു വരുന്നത് 3:30 മണി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്കകത്ത് ഇവിടെ എത്തേണ്ടതാണ്, 4-4:30 മണിയോട് എത്തേണ്ടതാണ്. 4:30 5:30 6 മണിയായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ 6 മണിയുമ്പോൾ നേരെ ഉരുട്ടും. 6 മണി തന്നില്ല. ഗായത്രി ദേവി, പ്രിയപ്പെട്ട സഹോദരി കൗൺസിലറെ, നിങ്ങളുടെ മകളാണ് ഇങ്ങനെ രാവിലെ 8 മണിക്ക് പറഞ്ഞു വിട്ട മകൾ രാത്രി 6 മണിക്ക് നേരം ഇരുട്ടിയിട്ടും വന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ആരെ പ്രാകും? ഈ റോഡ് ബ്ലോക്ക് ചെയ്തത് കൊണ്ട് ഓട്ടോറിക്ഷക്കാരന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കുഞ്ഞ് സമയത്ത് വീട്ടിലെത്തിയില്ല, കുഞ്ഞ് വിശന്നിരിക്കുകയാണ്. രാവിലെ പോയ കുഞ്ഞാണ്. ഉച്ചയ്ക്ക് ഒരു ചെറിയ ആഹാരം മാത്രമാണ് പാത്രത്തിൽ കൊണ്ടുപോയി ആഹാരമാണ് കഴിച്ച് കുഞ്ഞ് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അത് കഴിഞ്ഞ് ട്യൂഷന് വിടാനുണ്ട്. നിങ്ങളവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരെ പ്രാകും? ഒറ്റ വാക്ക്, നിങ്ങൾ ആരെ പ്രാകും? ഈ ഓട്ടോറിക്ഷക്കാരനെ പ്രാകുമോ? അതോ ഈ നല്ല റോഡ് ഉണ്ടാക്കാത്തതിന് പ്രാകുമോ? ഈ റോഡിൽ മനഃപൂർവ്വം ബ്ലോക്ക് ഉണ്ടാക്കിയ പാർട്ടിക്കാരന് പ്രാകും. നിങ്ങൾ ഇപ്പോൾ പാർട്ടി നേതാവായിട്ട്, പക്ഷെ നിങ്ങളെപ്പോലൊരു സാധാരണ അമ്മയാണെങ്കിൽ ഈ പ്രാക്ക് നിങ്ങളുടെ മനസ്സിൽ, ഈ കിട്ടുന്ന പ്രാക്ക്, ഈ അമ്മമാരുടെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രാക്ക് എവിടെയാണ് ഏക്കുന്നത്? നിങ്ങളുടെ പ്രസ്ഥാനം കൃത്യമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബോധപൂർവം ഇറങ്ങാൻ വേണ്ടി വീണ്ടും 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 ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഒരു പുല്ലുമില്ല, ഞങ്ങളുടെ പാർട്ടി ആശ്രിതരായ കുറേ പേരുടെ മനസ്സിനകത്തുണ്ടല്ലോ എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരമെങ്കിൽ തെറ്റിപ്പോയി സഹോദരി ഗായത്രി ദേവി. സോവിയറ്റ് യൂണിയൻ ഒന്ന് പഠിക്കുക. നിങ്ങൾ ചെറുപ്പക്കാരിയാണ്. സോവിയറ്റ് യൂണിയനിലെ ഈ പെരസ്ട്രോയിക്കയും ഗളാസ്റ്റോസും എന്താണെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ കിട്ടും. അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗർബച്ചോവ് ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത് അതിനകത്തുണ്ട്. നിങ്ങളൊന്ന് വായിക്കുക. ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോട് ഈ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് എന്താണ്, അവിടെ എന്തൊക്കെയാണ് ഈ പാർട്ടി സഹാക്കൾ കാട്ടിക്കൂട്ടിയത്, ജനങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് അവിടുത്തെ പാർട്ടി അകന്നു പോയത്, ജനങ്ങളുടെ മനസ്സിൽ നിന്നും പാർട്ടി ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്, ഒന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വഞ്ചൂരിൽ റോഡ് ബ്ലോക്ക് ചെയ്തതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കാതെ തരമില്ല സഹോദരി.